ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അഞ്ജലിയുടെ വീട്ടിൽ നിന്ന് തിരികെ പോകാൻ തുടങ്ങിയ കൃഷ്ണനെ പിറകിൽ നിന്ന് ഓടി വന്ന് അച്ചൂട്ടൻ അച്ഛാ എന്ന് വിളിക്കുന്നു. വല്ലാത്തൊരു ഫീലോടെ തിരിഞ്ഞ് അച്ചൂട്ടനെ നോക്കുകയാണ് കൃഷ്ണൻ. ആ സമയം ആര്യയും ആരതിയും അഞ്ജലിയും അവിടെ എത്തി. മൈ സ്വീറ്റ് ഫാദർ, ഐ ലവ് യു എന്ന് പറഞ്ഞ് കൃഷ്ണന് നേരെ അച്ചൂട്ടൻ കൈ നീട്ടുന്നുണ്ട്. അച്ചൂട്ടന്റെ ആ സ്നേഹം കണ്ട് അച്ചൂട്ടൻ അരികിലേക്ക് ഓടി വന്ന് അച്ചൂട്ടനെ ചുംബിച്ചിട്ട് കൃഷ്ണൻ പറയുന്നു, നീ ആരുടെ മകനായാലും നീ എൻ്റെ മുത്താണടാ. മനുഷ്യന് അടുപ്പമുണ്ടാവാൻ രക്തബന്ധം വേണമെന്ന് പറയുന്നത് വലിയ നുണയാണ്. നിന്റെ ഈ ഇഷ്ടം അത് വിലമതിക്കാനാവാത്ത നിധിയാണ്. എന്നും നീ എനിക്ക് മകനാണ്, എൻ്റെ പ്രിയപ്പെട്ട മകൻ അച്ചൂട്ടൻ എന്ന് പറഞ്ഞ് അച്ചൂട്ടനെ വാരി പുണർന്ന് പൊക്കിയെടുത്ത് വട്ടം കറങ്ങി വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് കൃഷ്ണൻ. അത് കണ്ട് അച്ചൂട്ടനും സന്തോഷമാകുന്നു. ഇത് കണ്ടു നിന്ന അഞ്ജലിക്കും ആര്യയ്ക്കും ആരതിക്കും സന്തോഷമാകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മേഘനാഥൻ വീട്ടിലേക്ക് എത്തി. ഭവാനി പുഞ്ചിരിയോടെ മേഘനാഥനോട് ചോദിക്കുന്നു, എന്തായി, സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? പരിപാടിയൊക്കെ മെച്ചമായിരുന്നു, പക്ഷെ അതുകൊണ്ട് നമുക്കെന്താ മെച്ചം? എൻ്റെ കാശിനാഥന്റെ ഒരു സാന്നിധ്യവും ഞാൻ അവിടെ കണ്ടില്ല. വെറുതെ ആശിച്ചത് മാത്രം മിച്ചം എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു, അത് നീ എങ്ങനെ ഉറപ്പിച്ചു? ഓരോ കുട്ടിയുടെയും കുടുംബവും ഗോത്രവും കുലവും ഒക്കെ നീ അന്വേഷിച്ചോ? അങ്ങനെയൊന്നും വേണ്ടി വരില്ലമ്മേ. ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ ആരും കുട്ടികളെ സ്കൂളിൽ ഒറ്റയ്ക്ക് വിടില്ലല്ലോ. എല്ലാ കുട്ടികളുടെയും രക്ഷകർത്താക്കൾ അവിടെ തന്നെയുണ്ടായിരുന്നു. ആ രാധയും അനുജത്തിമാരെയും ഞാൻ അവിടെയെങ്ങും കണ്ടില്ല. ഭാസി മനസ്സിൽ വിചാരിക്കുന്നു, കഷ്ടം, കണ്ണും കാതും തുറന്ന് നടന്നാലല്ലേ കാണൂ. ഞാൻ കണ്ടു, ഇയാളുടെ കുട്ടി അവിടെ തന്നെയുണ്ട്. അല്ലെങ്കിൽ ആ രാധ വരേണ്ട കാര്യമില്ലല്ലോ. ഭവാനി പറയുന്നു, പക്ഷേ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പല്ലേ? ഇവിടെ വേറെയും സ്കൂളുണ്ടല്ലോ, അവിടെയും നമുക്ക് അന്വേഷിക്കാം. അത് കേട്ട് മേഘനാഥൻ പറയുന്നു, തിരിച്ചറിയാൻ ഒരു അടയാളം പോലും ഇല്ലാണ്ടാണ് നമ്മൾ അവരെ തേടിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം ഭാസി പിന്നെയും മനസ്സിൽ വിചാരിക്കുന്നു, പറ്റുന്നിടത്തുനിന്നൊക്കെ ഞാൻ ഇയാളുടെ കണ്ണ് തട്ടാതെ അവരെ മറച്ചു പിടിക്കും. അങ്ങനെ ഇപ്പോൾ ഇയാൾ ആ കുടുംബത്തെ ദ്രോഹിക്കണ്ട. മേഘനാഥൻ നിരാശയോടെ പറയുന്നു, എന്തെന്ന് പറഞ്ഞാൽ ഇനിയും നമ്മൾ അവരെ തിരയേണ്ടത്, അതാ എനിക്ക് ഇനിയും പിടികിട്ടാത്തത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് മേഘനാഥ. ആ സമയം വരാതെ നമ്മൾ എത്ര കൈകാലിട്ട് അടിച്ചാലും അത് ശരിയാവില്ല. ഇന്നിപ്പോൾ ഞാൻ വിളിച്ചിട്ട് തൃപ്പങ്കോട്ടെ പൂജാരി ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. തൽക്കാലം അദ്ദേഹം ഒരു പരിഹാരം നിർദ്ദേശിച്ചു. അത് കേട്ട് ആകാംക്ഷയോടെ മേഘനാഥൻ നിൽക്കുന്നു. അവിടെ ഉണ്ടായ സംഭവം ഭവാനി മേഘനാഥനോട് പറയുന്നു. മേഘനാഥന്റെ സമയം നോക്കുകയാണ് പൂജാരി. മേഘനാഥന്റെ സമയദോഷത്തിന് ഇപ്പോഴും അറുതി വന്നിട്ടില്ല. അത് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നാണ് പ്രശ്നത്തിൽ കാണിക്കുന്നത്. കാര്യസാധ്യങ്ങളിൽ വിഘ്നം, പരാജയം. എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും പരാജയം തന്നെ. മാനസിക നിലയിൽ പോലും തകരാറുകൾ വരാമെന്ന് കാണുന്നു. എന്നുവെച്ചാൽ ഭ്രാന്തോ? ഇതിനൊന്നും പരിഹാരങ്ങൾ ഉണ്ടാവില്ലേ തിരുമേനി എന്ന് സംശയത്തോടെ ഭവാനി ചോദിച്ചപ്പോൾ പൂജാരി ഒരു ചിരിയോടെ മറുപടി പറയുന്നു, ഉണ്ടാകണം. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഈ ലോകത്തില്ലല്ലോ. കൈമോശം വന്ന മകനെ കണ്ടുകിട്ടുന്നതിനാണ് മേഘനാഥൻ എല്ലാം ഉപേക്ഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ആ അന്വേഷണത്തിന് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ തിരുമേനി പറയേണ്ടത് എന്ന് ഭവാനി പറഞ്ഞപ്പോൾ തിരുമേനി പറയുന്നു, ശരി, ആദ്യം മേഘനാഥന്റെ മകന്റെ കാര്യം തന്നെ പറയാം. ആ കുട്ടി ആരോഗ്യവാനായി തന്നെ വളരുന്നുണ്ട്. രക്തബന്ധമുള്ള ചിലരുടെ സംരക്ഷണവും അവനുണ്ടെന്നാണ് കാണുന്നത്. കുഞ്ഞിനെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് ഭവാനിയമ്മയ്ക്ക് വല്ല അറിവുണ്ടോ എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൃപ്പങ്ങോട്ട് വെച്ച് അന്ന് ആ വക്കീലുണ്ടല്ലോ, അയാൾ സുഭദ്രയെ വെട്ടിക്കൊല്ലുമായിരുന്നു. പിന്നെ അയാളെ ഈ നാട്ടിൽ കണ്ടിട്ടേയില്ല. ആ ദിവസം തന്നെ സുഭദ്രയുടെ അനുജത്തിമാരെയും നഷ്ടമായി. ആ കുട്ടികൾ മേഘനാഥന്റെ മകനെയും കൊണ്ട് പോയിരിക്കാം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. തിരുമേനി പറയുന്നു, അത് ശരിയായിരിക്കാം. കാരണം പറഞ്ഞല്ലോ, കുട്ടിക്ക് രക്തബന്ധങ്ങളുടെ സാമീപ്യമാണ് കാണിക്കുന്നത്. അത് സുഭദ്രാമ്മയുടെ അനുജത്തിമാരായിരിക്കാനാണ് സാധ്യത. ആ രാധയും അനുജത്തിമാരും ഈ നഗരത്തിൽ ഉണ്ടെന്നതിന് മേഘനാഥന് ചില സൂചനകൾ കിട്ടിയിരുന്നു. കുഞ്ഞ് അവർക്കൊപ്പം ഉണ്ടെങ്കിൽ അവരെയും കൂടി സംരക്ഷിക്കണമെന്ന് മേഘനാഥന് ചില ആഗ്രഹമുണ്ട്. പക്ഷേ അവരെ ഒരിടത്തും കണ്ട് കിട്ടുന്നില്ല തിരുമേനി എന്നൊക്കെ ഭവാനി തിരുമേനിയോട് കള്ളം പറയുന്നുണ്ട്. പക്ഷേ മേഘനാഥന്റെ ചുറ്റുവട്ടത്തിൽ തന്നെ എവിടെയോ അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടെന്നാണ് കാണുന്നത്. അവർ തമ്മിൽ മുഖാമുഖം കണ്ടിട്ടുണ്ടാവുമെന്ന് പോലും പ്രശ്നത്തിൽ തെളിയുന്നു. പക്ഷേ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അത് കേട്ട് ഭവാനി പറയുന്നു, അത് തന്നെയാണ് തിരുമേനി ഇപ്പോഴത്തെ പ്രശ്നം. അതിനു വേണം ആദ്യം ഒരു പ്രതിവിധി പറയാൻ. ശരി, നോക്കട്ടെ എന്ന് തിരുമേനിയും. ഒരു മഹാരുദ്രയജ്ഞം നടത്തുന്നത് നല്ലതായിരിക്കും. അത് എത്ര എളുപ്പമുള്ള കാര്യമല്ല. ക്ഷമ വേണം. മനസ്സ് ശിവനിൽ അർപ്പിച്ച് ശിവസായുജ്യം നേടാനുള്ള ഭക്തി വേണം. അതില്ലാതെ അക്ഷമയോടെ ഭക്തി തീണ്ടാതെ പൂജ ചെയ്താൽ
വിപരീത ഫലം പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇല്ല തിരുമേനി, അവനത് ചെയ്യും, അവനെ കൊണ്ട് നമ്മളത് ചെയ്യിപ്പിക്കും എന്ന് ഭവാനി പറയുന്നു. മകനെ കുറിച്ചുള്ള ചിന്ത അവൻ അത്രമാത്രം ഉണ്ടെന്നുള്ളത് തീർച്ചയാണെന്നും ഭവാനി പറയുന്നത് കേട്ട് തിരുമേനി പറയുന്നു, എങ്കിൽ വളരെ നല്ലത്. പ്രഭാതം മുതൽ ഏതാണ്ട് അർദ്ധരാത്രി വരെ നീളുന്ന പൂജയാണ് അത്. ശിവലിംഗവും ഹോമകുണ്ടവും സ്ഥാപിച്ച് ഒരു ശിവലോകം തന്നെ സൃഷ്ടിച്ച് മേൽക്കൂര പോലും ഇല്ലാണ്ട് വെയിലേറ്റ് വേണം പൂജ ചെയ്യാൻ. പൂജ കഴിഞ്ഞ് ഹോമത്തിലെ ദ്രവ്യങ്ങൾ ജലത്തിലൊഴുക്കി ദേഹശുദ്ധി വരുത്തണം. വെയിലെങ്കിൽ വെയിൽ, മഴയെങ്കിൽ മഴ, എന്തായാലും അനുഭവിക്കണം. ഇതൊക്കെയാണ് പൂജാ കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ കാർത്തിക പൗർണമി ദിവസം പൂജ തുടങ്ങാം. ഫലം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ്. ഇത് കേട്ട് ഭവാനി പറയുന്നു, ശരി, അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പക്ഷേ ആര് പൂജ ചെയ്യും? തിരുമേനി വരുവോ ഇവിടെ പൂജ ചെയ്യാൻ? നോക്കാം, ഞാൻ തന്നെ പൂജ ചെയ്യാൻ നോക്കാം. പക്ഷേ ഉറപ്പ് പറയാനാവില്ല. എനിക്ക് ചിലപ്പോൾ പൂജയ്ക്ക് വരാൻ സാധിച്ചില്ല എങ്കിൽ പ്രാപ്തരായ ആൾക്കാരെ ഞാൻ പൂജയ്ക്കായി വിടാം. എന്താ അതുപോലെ ഭവാനിയമ്മയ്ക്ക്? അത് കേട്ട് ഭവാനി പറയുന്നു, ധാരാളം മതി. എല്ലാ ദൈവങ്ങളും അവനെതിരായെന്ന് തോന്നിപ്പോയ ഒരു സമയമുണ്ട്. ആ ദൈവപ്രീതിക്കായി പലവട്ടം ആരാധനകളും പൂജകളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒന്നിനും ഇതുവരെ ഫലം ലഭിച്ചിട്ടില്ല. ഇങ്ങനെയെങ്കിലും ഫലം ലഭിക്കട്ടെ. ഈ കാർത്തിക പൗർണമി മേഘനാഥന്റെ ജീവിതത്തിൽ പുതിയ ജീവിതം കൊണ്ടുവരും എന്ന് വിശ്വസിക്കാം, ഉറപ്പാണ് എന്ന് തിരുമേനിയും പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ മേഘനാഥനോട് പറഞ്ഞിരിക്കുകയാണ് ഭവാനി. ഇത് കേട്ട ശേഷം മേഘനാഥൻ ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുന്നു. ഭവാനി പറയുന്നു, നീ എന്താ മോനെ ആലോചിക്കുന്നത്? എത്ര കഠിനമായ പൂജയാണെങ്കിലും നീ അത് ഏറ്റെടുത്ത് ചെയ്യുമെന്ന് ഞാൻ ആ പൂജാരിക്ക് വാക്ക് കൊടുത്തതാണ്. ചെയ്യൂ അമ്മേ, എൻ്റെ കാശിനാഥന് വേണ്ടി ഈ നെഞ്ചിലെ ചോര ഒഴുക്കണമെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യും. മാത്രമല്ല ഒരു കാര്യം കൂടി അമ്മയ്ക്ക് ഓർമ്മ കാണും. ഇതേ കാർത്തിക പൗർണമി ദിവസമാണ് നമ്മുടെ കാശിനാഥൻ ജനിച്ചത്. അവൻ്റെ ബർത്ത്ഡേ കൂടിയാണ് ആ ദിവസം. അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എൻ്റെ കടമയല്ലേ? പിന്നെ രാപ്പകൽ 41 നാഴിക നീളുന്ന ആ പൂജ, ആ കൊടുംവനത്തിലെ സിദ്ധനെ തിരിഞ്ഞതുമായി നോക്കുമ്പോൾ ഇതും വെറും സാധാരണം. കാർത്തിക പൗർണമി ദിവസം എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ഞാൻ ഈ പൂജ ചെയ്യും. അതിനുള്ള ഒരുക്കങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യുകയാണ് ഭാസി. അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നു. ഭവാനി പ്രാർത്ഥിക്കുന്നു, എൻ്റെ ശ്രീ പരമേശ്വര, തൃപ്പങ്ങോട്ടെയും കോട്ടയ്ക്കലിനെയും ദേവി, അവൻ്റെ ഈ പൂജയെങ്കിലും ഫലം കാണണേ. പിന്നീട് കാണിക്കുന്നത് രാധ പണ്ട് കൃഷ്ണൻ കൊടുത്ത ആ കൃഷ്ണ ബൊമ്മയും എടുത്ത് ഇങ്ങനെ അതിൽ തന്നെ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുകയും പഴയ കാര്യങ്ങൾ ഓർക്കുകയും ചെയ്യുന്നു. അവിടേക്ക് അച്ചൂട്ടൻ അമ്മയെന്ന് വിളിച്ചു വരുന്നു. വെള്ളം കുടിച്ചുകൊണ്ട് വരികയായിരുന്നു അച്ചൂട്ടൻ. വെള്ളം ഇപ്പൊ കുടിക്കുന്നതിന്റെ കാരണം ചോദിക്കുകയാണ് അഞ്ജലി. പിന്നെ എന്താ അച്ചൂട്ടൻ ഉറങ്ങാത്തത്? രാത്രി മുഴുവനും പകല് മുഴുവനും ഓടി നടന്നതല്ലേ, ക്ഷീണമൊന്നുമില്ലേ എന്നൊക്കെ അഞ്ജലി ചോദിച്ചപ്പോൾ അച്ചൂട്ടൻ പറയുന്നു, ക്ഷീണമൊന്നുമില്ല, ഞാനേ ഒരു കാര്യം ആലോചിക്കുമായിരുന്നു. എന്ത് കാര്യമെന്ന് അഞ്ജലി ചോദിച്ചപ്പോൾ അച്ചൂട്ടൻ പറയുന്നു, കേക്കിന്റെ കാര്യമോ എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു, അച്ചൂട്ടന്റെ പിറന്നാളിന്റെ അന്ന് വാങ്ങിക്കുന്ന കേക്കിന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു ഞാൻ. അതിപ്പോ കേക്കൊക്കെ നമുക്ക് വേണോ? കുറച്ച് മിഠായി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, കേക്ക് കൊണ്ട് ആഘോഷിച്ചേ പറ്റൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛൻ വാങ്ങി തന്നോളും. ഞങ്ങൾ കേക്ക് ഷോപ്പിൽ പോവാൻ ഇരിക്കുകയാണ് നാളെ തന്നെ. ഓഹോ, അപ്പോൾ നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ ഒരേ ലോകത്തായി അല്ലേ? ഈ അമ്മയായി ഞാൻ ഔട്ടും എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു, അതെ, ഞാനും അച്ഛനും ഒരേ ലോകത്താണ്. അമ്മയ്ക്ക് അവിടെ പറഞ്ഞെങ്കിൽ അമ്മ അച്ഛനെ കല്യാണം കഴിച്ചാൽ മതിയല്ലോ എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ അഞ്ജലി അച്ചു എന്ന് വിളിക്കുന്നു. ആ വിളി കേട്ടതും അച്ചൂട്ടൻ ഒന്ന് ഞെട്ടി. എന്ത് വർത്തമാനാ നീ പറയുന്നത്? ആരെങ്കിലും കേട്ടാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ അഞ്ജലി പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു, എന്ത് വിചാരിക്കാനാ? അമ്മയുടെ മുന്നിൽ വെച്ചല്ലേ അങ്കിള് പറഞ്ഞത് അച്ഛ എന്ന് വിളിച്ചോളാൻ. അമ്മ സമ്മതിച്ചോണ്ടല്ലേ അച്ഛനെയും കൊണ്ട് ഞാൻ അത്രയും പറഞ്ഞപ്പോൾ അഞ്ജലി മതി എന്ന് പറഞ്ഞ് അച്ചൂട്ടനെ താക്കീത് കൊടുക്കുന്നു. മതി, സമ്മതിച്ചു. അച്ചൂട്ടനെ അച്ഛൻ കേക്ക് ഷോപ്പിൽ കൊണ്ടുപോയി കേക്ക് വാങ്ങിച്ചു തരും. പക്ഷെ മേലാൽ ഒരിക്കലും അമ്മയോട് ആ അച്ഛനെ കല്യാണം കഴിക്കാൻ പറയരുത്. അതെന്താ പറയാൻ പാടില്ലാത്തത് എന്ന് അച്ചൂട്ടൻ ചോദിച്ചപ്പോൾ അഞ്ജലി പറയുന്നു, കാരണമുണ്ട്, ഒരു വലിയ കാരണം. അതിപ്പോൾ പറഞ്ഞ അച്ചൂട്ടന് മനസ്സിലാവില്ല. മോൻ പോയി കിടന്നുറങ്ങിക്കോ, അമ്മ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. അമ്മയ്ക്ക് എന്നോട് പിണക്കം എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അഞ്ജലി പറയുന്നു, അച്ചൂട്ടാ പോവാൻ പറഞ്ഞാൽ പോണം. അങ്ങനെ അച്ചൂട്ടൻ തിരിഞ്ഞു നോക്കി പോകുന്നു. അച്ചൂട്ടൻ അവിടുന്ന് പോയ ശേഷം ആ കൃഷ്ണന്റെ ബൊമ്മയിൽ നോക്കി അഞ്ജലി പറയുന്നു, അതെ, ഞാൻ മനഃപൂർവ്വമല്ല, അച്ചൂട്ടനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രസാദേട്ടനെ അച്ഛനാക്കിയത്. അവരുടെ ആ ലോകത്തിലെ ഭാര്യ പദവി എനിക്ക് വേണ്ട. എൻ്റെ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ. എന്നെ മാലയിട്ട് കൈപിടിച്ച് ഉറപ്പിച്ച നീ മാത്രം എന്ന് പറഞ്ഞ് ആ കൃഷ്ണ ബൊമ്മ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് അഞ്ജലി. ശേഷം കാണിക്കുന്നത് കൃഷ്ണൻ അച്ചൂട്ടനെയും കൊണ്ട് കേക്ക്
കേക്ക് ഷോപ്പിൽ വന്നു. അവരൊരു കാർഡ് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാമെന്ന്. നാളെയാണ് ബർത്ത്ഡേ എന്നൊക്കെ കൃഷ്ണനും പറയുന്നു. ഞാൻ സെലക്ട് ചെയ്യാൻ വച്ചാ എന്ന് പറഞ്ഞ ആ കാർഡ് അച്ചൂട്ടൻ വാങ്ങിച്ചിട്ട് കേക്ക് നോക്കുന്നു. കാർഡിലും നോക്കി, പിന്നെ ആ ഗ്ലാസിന്റെ ഉള്ളിലിരിക്കുന്ന കേക്കുകളിലും നോക്കുകയാണ് അച്ചൂട്ടൻ. എന്നിട്ട് അതിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്തിട്ട് പറയുന്നു, ഈ കേക്ക് മതി, അത് നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അദ്ദേഹം കൃഷ്ണനോട് ചോദിക്കുന്നു, സാർ എന്ത് പറയുന്നു എന്ന്. ഞാൻ എന്ത് പറയാന്, അവന്റെ അല്ലേ ബർത്ത്ഡേ, അവന്റെ സെലക്ഷൻ, എനിക്കൊരു റോളും ഇല്ല. പിന്നെ മോന്റെ പേരും എത്രാമത്തെ വയസ്സാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടവർ. പിന്നെ ഒരു അഡ്വാൻസ് തന്ന് ഉറപ്പിച്ചാൽ നാളെ പേ ചെയ്യാം, നാളെ ഡെലിവറി ചെയ്യാമായിരുന്നു എന്ന് അയാൾ പറഞ്ഞപ്പോൾ, അഡ്വാൻസ് എല്ലാം മുഴുവനും തരാം എന്ന് കൃഷ്ണനും പറയുന്നുണ്ട്. ആ സമയം മേഘനാഥനും ഭാസിയും ആ ഷോപ്പിൽ തന്നെ എത്തി അവരെ കണ്ടുമുട്ടുന്നു. എന്താണ് രണ്ടുപേരും കൂടി എന്നൊക്കെ മേഘനാഥൻ ചോദിക്കുന്നു. നാളെ അച്ചൂട്ടന്റെ പിറന്നാളാണ് സാർ, അവനൊരു ബർത്ത്ഡേ കേക്ക് ഓർഡർ ചെയ്യാൻ വന്നതാണ് എന്നെ കൃഷ്ണൻ പറഞ്ഞതും മേഘനാഥൻ പറയുന്നു, വാ, സർപ്രൈസ് ആണല്ലോ, എൻ്റെ മകന്റെ പിറന്നാളും നാളെയാണ്. ഓ അത് ശരി, അപ്പോൾ സാറിനൊരു മകനുണ്ടല്ലേ എന്ന് കൃഷ്ണൻ പറഞ്ഞതും, മകൻ ഉണ്ടെന്നല്ല, മകൻ ഉണ്ടായിരുന്നോ, ഇന്നിപ്പോ അവൻ എനിക്കൊപ്പം ഇല്ല, അത്ര തന്നെ എന്ന് മേഘനാഥൻ പറഞ്ഞതും കൃഷ്ണൻ ചോദിക്കുന്നു, സോറി സാർ, ഡിവോഴ്സ് ആയി പോയതായിരിക്കും അല്ലേ, ഇപ്പോഴത്തെ ഒരു രീതി അതായത് കൊണ്ട് ചോദിച്ചതാണെന്നും കൃഷ്ണൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു, ഏയ് അതല്ല, ഡിവോഴ്സ് ആണെങ്കിലും സമാധാനം ഉണ്ടായിരുന്നോ, മൈ സ്റ്റോറി ഡിഫറെന്റ്. കണ്ണുനിറയെ കാണുന്നതിന് മുമ്പ് തന്നെ അവനെ എനിക്ക് നഷ്ടമായി. ഈ അച്ചൂട്ടനെ കാണുമ്പോൾ എനിക്ക് അവനെ ഓർമ്മ വരുന്നത്. എൻ്റെ മകൻ കാശിനാഥനും ഏതാണ്ട് ഇത്രയായിരുന്നു പ്രായം. സാറിപ്പോൾ കേക്ക് വാങ്ങിക്കാൻ വന്നതായിരിക്കും അല്ലേ എന്ന് കൃഷ്ണൻ ചോദിച്ചതും, ഞാൻ പറഞ്ഞില്ലേ നാളെയാണ് അവൻ്റെ ബർത്ത്ഡേ, എല്ലാ വർഷവും അവൻ്റെ ജന്മദിനത്തിൽ ഞാനൊരു കേക്ക് വാങ്ങിക്കും, ഓരോ ഉടുപ്പും വാങ്ങിക്കും. അവനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ആ കേക്ക് മുറിക്കുന്നത്. ഈ വർഷവും ആ പതിവ് തുടരാമെന്ന് കരുതി ഞാൻ അവന് വേണ്ടി ഒരു കേക്ക് വാങ്ങിക്കാനാ വന്നത്. അത് കേട്ട് അച്ചൂട്ടൻ പറയുന്നു, അങ്കിളിന്റെ മകന്റെ ബർത്ത്ഡേക്ക് കേക്ക് ഞാൻ സെലക്ട് ചെയ്യട്ടെ. പിന്നെ എന്താ, അച്ചു തന്നെ സെലക്ട് ചെയ്തോളൂ. അങ്ങനെ അച്ചൂട്ടൻ തന്നെ ഒരു കേക്ക് സെലക്ട് ചെയ്യുന്നു. പിന്നെ മകന്റെ പേരും ചോദിക്കുന്നുണ്ട് അദ്ദേഹം. മേഘനാഥൻ കാശിനാഥൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു, ചെറുത് മതി. അഡ്രസ്സും അദ്ദേഹം ചോദിക്കുന്നു. നാളെ രാവിലെ മുതൽ ഞാനൊരു പൂജയിലായിരിക്കും. അമ്പലത്തിന്റെ സമീപത്ത് ഞാനൊരു പൂജാ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അതൊരു ശിവലോകമാണ്. അമ്പലത്തിലോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാം, നിങ്ങൾ അവിടെ തന്നാ മതി ആ കേക്ക് എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, അങ്ങനെയാണെങ്കിൽ വെജിറ്റേറിയൻ കേക്ക് ആയിരിക്കും നല്ലത്. മേഘനാഥൻ പറയുന്നു, വെരി ഗുഡ്, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ബാസിയോട് കാശ് കൊടുക്കാൻ ഏൽപ്പിക്കുന്നു. അങ്കിൾ, നാളെ എൻ്റെ ഹാപ്പി ബർത്ത്ഡേക്ക് അങ്കിൾ എൻ്റെ വീട്ടിൽ വരുമോ എന്ന് അച്ചൂട്ടൻ മേഘനാഥനോട് ചോദിക്കുന്നു. അയ്യോ, നാളെ പറ്റില്ലല്ലോ മോനെ, രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ളൊരു പൂജയാണ്, അതുകൊണ്ടാണ് പറ്റാത്തത്. എങ്കിൽ നാളെ രാവിലെ അങ്കിൾ എന്നെ ഫോണിൽ വിളിച്ച് വിഷ് ചെയ്യണം, എന്താ പറ്റുമോ എന്നും അച്ചൂട്ടൻ ചോദിച്ചു. പിന്നെ എന്താ, ചെയ്യാലോ, അച്ചൂട്ടൻ ഫോൺ നമ്പർ പറ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ, എൻ്റെ അല്ല അമ്മയുടെയാണ്, എനിക്ക് ഫോണില്ലല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് അച്ചൂട്ടൻ. അച്ചൂട്ടൻ്റെ അമ്മയുടെ പേരെന്താണെന്നും ചോദിക്കുന്നു. അഞ്ജലി എന്ന് അച്ചൂട്ടൻ പറഞ്ഞു കൊടുക്കുന്നു. മൈ ലിറ്റിൽ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയാണ് രണ്ടുപേരും. വളരെ സന്തോഷത്തോടെ രണ്ടുപേരും നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.